so. No, 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 no. I don't think so. No, 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 no. ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇതാ പനിക്കൂർക്കല പറിക്കാൻ വന്നേക്കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ പനിക്കൂർക്കല. അപ്പം ഞാൻ എന്താ അച്ചുക്കുട്ടൻ സ്കൂളിൽ പോണ സമയത്ത് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പനിക്കൂർക്ക കുറച്ച് പറിക്കുവാണ്. അപ്പോൾ പനിക്കൂർക്കല പറിക്കുന്നത് നമ്മുടെ അമ്പുക്കുട്ടനാണ്. നീര് പിഴിഞ്ഞ് കൊടുക്കാണ്ട് 2 ദിവസമായിട്ട് ആൾക്ക് നല്ല ചുമയുണ്ട്. അപ്പോൾ ഇതാ അച്ഛനും മക്കളും കൂടി അവിടെ റോഡിൽ നിൽക്കുവാണ്ട്. അച്ചുക്കുട്ടൻ്റെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ അച്ചുക്കുട്ടൻ്റെ വണ്ടി വന്ന് അച്ചുക്കുട്ടൻ എന്താ ടാറ്റയൊക്കെ തരുവാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അമ്പുക്കുട്ടനും ടാറ്റയൊക്കെ തരുവാണ് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ആരെങ്കിലും അച്ചുവിൻ്റെ അടുത്ത് നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ വണ്ടി വന്ന് അച്ചുക്കുട്ടൻ അങ്ങനെ അച്ചുക്കുട്ടനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അച്ചുക്കുട്ടൻ അങ്ങനെ സ്കൂളിൽ പോയി. അതിനുശേഷം ഞങ്ങളിതാ ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അമ്പുക്കുട്ടനും ഞാനും നിമോച്ചാനും കൂടി ഒന്ന് പുറത്ത് പോകാൻ കേട്ടോ. മീൻ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്പുക്കുട്ടൻ എന്താ എന്നോട് തൊപ്പിയൊക്കെ മേടിച്ച്, നല്ല വെയിലുണ്ട്, അപ്പോൾ തൊപ്പിയൊക്കെ മേടിച്ച് അമ്പുക്കുട്ടൻ എന്താ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് ഇതാ വന്നു. അമ്പുട്ടൻ ഇപ്പോൾ ഉറക്കിയൊക്കെയാണ് അതാ പതിയെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചീരയും വാങ്ങിച്ചായിരുന്നു. ചീര ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ചീര തോരൻ വെക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീര അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടു കേട്ടോ. ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ചോപ്പറിലാണ് കേട്ടോ ഇട്ട് ചീര റെഡിയാക്കി അരിഞ്ഞൊക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിനെ തീർന്നിരിക്കുക. അപ്പോൾ കുറച്ച് മുളക് പൊടി ഇതിലും കൂടി ഇട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ നേരത്ത് ഞാൻ പിന്നെയും മറന്നു പോകും. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പാക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ചീരയൊക്കെ ഇട്ടു. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച മീനപ്പോൾ ഒന്ന് കറി വെക്കാനായിട്ടൊന്ന് ചെറിയ പീസാക്കണം. അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തന്നായിരുന്നു. അപ്പം മീൻ ക്ലീൻ ചെയ്ത് കിട്ടിയത് കൊണ്ട് എനിക്കിനി പെട്ടെന്ന് കറിയും കൂടി വയ്ക്കാം. ഇതിപ്പോൾ മുറിക്കണമെന്ന് മുമ്പ് ഞാൻ മീൻ വെക്കാനായിട്ടുള്ള അരപ്പൊന്ന് റെഡിയാക്കുവാണേ. അരപ്പ് റെഡിയാക്കാനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സൈഡിൽ കിടപ്പുണ്ട്, കാണാൻ പറ്റുമെന്തോ. അപ്പോൾ ഇത് ഞാൻ ഇനി പെട്ടെന്ന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം ഞാൻ മീനൊക്കെ ഇവിടെ നുറുക്കിയൊക്കെ എടുത്ത് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം പച്ചമാങ്ങയും മുളകും കൂടി ഇട്ട് കൊടുക്കാം. മാങ്ങക്ക് നല്ല പുളിയുണ്ട്, പക്ഷേ ഇനി മീനും കൂടി ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും 3 മാങ്ങ ഞാൻ മേടിച്ച് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ മീനിൽ ഉപ്പും എല്ലാ അരപ്പൊക്കെ ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ മീൻകറി വെക്കുമ്പോൾ കൈ കൊണ്ടെല്ലാം മിക്സ് ചെയ്തിട്ടൊക്കെ വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മീൻകറിയുടെ ഒരു കറക്റ്റ് അളവൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. സ്പൂൺ കൊണ്ട് ഇളക്കി റെഡിയാക്കി നമുക്ക് കറക്റ്റ് അത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചീര റെഡി ആയിരുന്നേ. ഞാൻ ചീരയൊക്കെ വെക്കുമ്പോൾ ആദ്യം തന്നെ കുറച്ചെടുത്ത് കഴിക്കും. അപ്പം ചീര കറക്റ്റ് എരിവും ഉപ്പും എല്ലാമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് കൂടി പോകാറുണ്ട്. പക്ഷെ ഇപ്പം ചീര വെച്ചപ്പോൾ കറക്റ്റാണ്. അത് കാരണം മീനിൽ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നോക്കിയിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻ കറി വേണ സമയത്ത് എനിക്ക് കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടി ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയിലേക്ക് വേണ്ട കടുക് ഒന്ന് വറുത്തിടാൻ വേണ്ടി എണ്ണ ഒഴിച്ചു. ചട്ടി ചൂടായിട്ടുണ്ട്. പിന്നെ കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇതിപ്പോൾ ഇന്നലത്തെ ചിക്കനാണ് കേട്ടോ. ഞാനപ്പോൾ ഇത് ഇന്നലെ വെച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ അത് കുറച്ചുണ്ട്. അപ്പോൾ ഞാനത് ചൂടാക്കി വെക്കുക. അപ്പം ഞാൻ എനിക്കുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കഴിച്ചിട്ട് വേണം നിമോഷൻ കഴിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഊണ് കഴിക്കട്ടെ.